പ്രശസ്ത സീരിയൽ സംവിധായകൻ കെ രാജീവിനെതിരെ ഗുരുതര പരാതിയുമായി നിർമ്മാണ കമ്പനി. മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ പ്രമുഖ സീരിയൽ സിനിമാ സംവിധായകൻ കെ രാജീവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി നിർമ്മാണ കമ്പനി രംഗത്ത്. ആദി മീഡിയ എന്ന പ്രമുഖ സിനിമാ സീരിയൽ നിർമ്മാണ കമ്പനിയാണ് സംവിധായകനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. പ്രശസ്തയായ ഒരു അമ്മ നടിയുടെയും മുൻനിര മലയാളം ചാനലായ അമൃത ടിവിയുടെയും പേര് ദുരുപയോഗം ചെയ്ത് കെ രാജീവ് തങ്ങളിൽ നിന്നും പണം വാങ്ങിച്ചെടുക്കുകയും വഞ്ചിക്കുകയും ചെയ്തുവെന്നാണ് നിർമ്മാതാക്കളുടെ പരാതി. മലയാളത്തിൽ നിരവധി സൂപ്പർ ഹിറ്റ് മെഗാ സീരിയലുകൾ സമ്മാനിച്ച സംവിധായകൻ എന്ന ക്രെഡിബിലിറ്റി ഉപയോഗിച്ചാണ് കെ രാജീവ് ആദി മീഡിയയെ സമീപിക്കുന്നത്. അമൃത ചാനലിൽ ഒരു പുതിയ സീരിയൽ സംപ്രേഷണം ചെയ്യുന്നതിനുള്ള പ്രത്യേക അനുമതി തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അതിലേക്ക് വലിയൊരു തുക നിക്ഷേപിക്കാൻ തയ്യാറുള്ള ഒരു നിർമ്മാതാവിനെ ആവശ്യമുണ്ടെന്നും രാജീവ് നിർമ്മാണ കമ്പനിയെ വിശ്വസിപ്പിച്ചു. മലയാള സിനിമയിലെയും ടെലിവിഷനിലെയും ഒരു പ്രമുഖ അമ്മ നടിയുടെ ശുപാർശയും പരിചയവും ഉപയോഗിച്ചാണ് ഈ നിർമ്മാണ കമ്പനിയുമായി അദ്ദേഹം ബന്ധപ്പെടുന്നത്. ഈ നടിയുടെ അടുത്ത ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആദി മീഡിയ. തങ്ങളുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള നടിയുടെ വാക്കുകളെയും കെ രാജീവ് എന്ന സീനിയർ സംവിധായകന്റെ പ്രശസ്തിയെയും വിശ്വസിച്ച് കമ്പനി ഉടമകൾ വലിയൊരു തുക അഡ്വാൻസായി രാജീവിന് കൈമാറുകയായിരുന്നു. സീരിയലിന്റെ കഥാരചനയ്ക്കും പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുമായി തലസ്ഥാന നഗരിയിൽ ഒരു താമസ സൗകര്യം വേണമെന്ന് കെ രാജീവ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം പേരൂർക്കട വഴയില ഭാഗത്ത് വലിയ തുക അഡ്വാൻസ് നൽകി ആദി മീഡിയ ഒരു ആഡംബര വില്ല വാടകയ്ക്കെടുത്ത് നൽകി. കഥ ആലോചിക്കാനും ലൊക്കേഷൻ കണ്ടെത്താനുമെന്ന പേരിൽ നിർമ്മാണ കമ്പനിയുടെ ചെലവിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവർ യാത്രകൾ നടത്തിയതായും പരാതിയിൽ പറയുന്നു. പല ആവശ്യങ്ങൾ പറഞ്ഞ് നിർമ്മാതാക്കളെ തെക്കുവടക്ക് നടത്തിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ യാത്രാ ചെലവുകളും മറ്റ് നഷ്ടങ്ങളും വരുത്തിവെച്ചു. എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ടും സീരിയലിന്റെ കാര്യത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. ഒടുവിൽ നിർമ്മാണ കമ്പനി അധികൃതർ അറിയാതെ കെ രാജീവ് മുങ്ങുകയായിരുന്നു. ആദ്യം ചാനൽ അനുമതി ഉണ്ടെന്ന് കാട്ടി നിർമ്മാതാക്കളെ സമീപിക്കുകയാണ് കെ രാജീവ് ചെയ്തത്. പിന്നീട് പ്രമുഖ അമ്മ നടിയുടെ പേര് പറഞ്ഞ് വിശ്വാസ്യത നേടി. അത് കഴിഞ്ഞ് അഡ്വാൻസും വഴയിലയിൽ ആഡംബര വില്ലയും കൈക്കലാക്കി. അവസാനം കഥയുമില്ല, സീരിയലുമില്ല, മുങ്ങുകയും ചെയ്തു. ഫോൺ വിളിച്ചാൽ എടുക്കുകയുമില്ല. ഇതായിരുന്നു തട്ടിപ്പിന്റെ നാൾവഴികൾ. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്ന് ആദി മീഡിയ തിരിച്ചറിയുന്നത്. സീരിയൽ നടക്കാതെ വന്നപ്പോൾ അമൃത ചാനൽ അധികൃതർ വാക്കുമാറ്റിയതുകൊണ്ടാണ് പ്രോജക്റ്റ് വൈകുന്നത് എന്നാണ് കെ രാജീവ് നിർമ്മാതാക്കളെ ധരിപ്പിച്ചിരുന്നത്. എന്നാൽ അമൃതാനന്ദമയി ഭക്തനായ ആദി മീഡിയ ഉടമയ്ക്ക് ചാനലിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളതിനാൽ ചാനൽ അധികൃതർ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലുമില്ലെന്ന് വ്യക്തമായി. തന്റെ വ്യക്തിപരമായ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മാത്രം പ്രശസ്തരായ സിനിമാ പ്രവർത്തകരുടെയും ചാനലുകളുടെയും പേരുകൾ കെ രാജീവ് ദുരുപയോഗം ചെയ്യുകയാണെന്ന് ആദി മീഡിയ ഉടമ ആരോപിക്കുന്നു. ഇത് ഇൻഡസ്ട്രിയിലെ പ്രമുഖ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്ന നടപടിയാണ്. കെ രാജീവിനെ പോലെയുള്ള ആളുകളിൽ നിന്നും സിനിമാ സീരിയൽ മേഖലയിലേക്ക് പുതിയതായി പണമിറക്കാൻ വരുന്ന ഇൻവെസ്റ്റേഴ്സ് കടുത്ത ജാഗ്രത പാലിക്കണം. വലിയ ബാനറുകളുടെയും ചാനലുകളുടെയും പേര് പറഞ്ഞു പറ്റിക്കുന്ന ഇത്തരം ആളുകളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് ആദി മീഡിയ ഉടമസ്ഥൻ എക്സ്പ്രസ് വാർത്തയോട് പറഞ്ഞു. മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളായ പെയ്തൊഴിയാതെ, സ്വപ്നം, അവിചാരിതം, അമ്മ മനസ്സ്, കുടുംബയോഗം, ഓർമ്മ, മഴയറിയാതെ, കഥയിലെ രാജകുമാരി, ഒരു പെണ്ണിന്റെ കഥ, ഈശ്വരൻ സാക്ഷിയായി തുടങ്ങിയ ജനപ്രിയ പരമ്പരകളുടെ സംവിധായകനാണ് കെ രാജീവ്. കൂടാതെ ജയറാം, അനന്യ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഞാനും എൻ്റെ ഫാമിലിയും എന്ന സിനിമയും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു ട്രാക്ക് റെക്കോർഡുള്ള മുതിർന്ന സംവിധായകനെതിരെയാണ് ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പിനും വഞ്ചനയ്ക്കും നിർമ്മാണ കമ്പനി കേസിനൊരുങ്ങുന്നത് എന്നത് മിനി സ്ക്രീൻ ഇൻഡസ്ട്രിയെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. അഡ്വാൻസായി വാങ്ങിയ തുകയും വില്ല വാടക ഇനത്തിലും യാത്രയ്ക്കായും ചെലവായ ഭീമമായ തുകയും തിരികെ ലഭിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നിർമ്മാതാക്കൾ.